ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോണ കേട്ടാ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇത് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതൊന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ. നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണേ ഞാൻ ചെമ്മീൻ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ നമുക്ക്. അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള ചെമ്മീനാണ്. ഞാൻ ഇന്നലെ മീൻ വാങ്ങിക്കാൻ പോയതാണ്. അപ്പം നോക്കുമ്പോൾ ചെമ്മീൻ മാത്രമേ നല്ലതുള്ളൂ ആളയിൽ. വേറെ മീനൊന്നും കണ്ടില്ല. മീനൊക്കെ ഡിമാൻഡ് കൂടിയിട്ടാ എന്താ ഒന്നും അറിയില്ല. പിന്നെ ഞാൻ സാധാരണ വാങ്ങിക്കണ മീൻകാരൊന്നും കണ്ടില്ല. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, കുറച്ച് ചെമ്മീൻ അങ്ങോട്ട് മേടിച്ചിട്ട് പോന്നു. അപ്പം നമ്മൾ ചെമ്മീനൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിത് വെച്ചിട്ടൊരു അടിപൊളി കറി ഉണ്ടാക്കണം. അപ്പം കണ്ട അത്രയും ചെമ്മീൻ ഉണ്ടായിട്ട് നമ്മൾ തൊലി കളഞ്ഞപ്പോൾ ആകെ എത്ര ഉള്ളൂ അല്ലേ. അതാണ് ഈ ചെമ്മീൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. നാളികേരൊക്കെ ഒന്ന് ചിരകിയെടുക്കട്ടാ. അരമുറി നാളികേരാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ നാളികേരൊന്നല്ല കേട്ടാ, ചെറിയ നാളികേരാണ്. അപ്പോൾ ഒരു അരമുറി എടുക്കണ്ടേ. നമുക്ക് ഇന്നിപ്പോൾ കറി വെച്ചിട്ട് നാളേക്കും കൂടി ബാലൻസ് ഉണ്ടെങ്കിൽ കൂട്ടാലോ. ഇപ്പോൾ 2 ദിവസത്തിനായാലും അത്രയും നല്ലതല്ലേ. അപ്പോൾ നാളികേരൊക്കെ ചിരവി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നാളികേരം. നമ്മളിന്ന് വറുത്തരച്ചിട്ടാണ് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോണ കേട്ടാ. 2 രീതിയിൽ നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാം. വറക്കാതെ ഉണ്ടാക്കാം, വറുത്തിട്ടും ഉണ്ടാക്കാം. ഞാൻ ഒന്ന് വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണ കേട്ടാ. അപ്പം ഇതേ ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കാം. നമ്മളെ നാളികേരം വറക്കണയിൽ ഇട്ട് കൊടുക്കാനാണേ. അപ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നാളികേരം വറുത്തിട്ട് അങ്ങനെ കറി വെച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് നമ്മുടെ നാളികേരം വറുത്തെടുക്കാം. ഇത് ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് നമ്മളെ ചട്ടി വെച്ചെടുക്കട്ടാ. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടാ. ഇനി നമുക്ക് നമ്മളെ നാളികേരും ചെറുള്ളിയും ഒക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു അല്ലി വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ഇത് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ അവിടെ വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഇലൊക്കെ ഇട്ട് വറുത്തെടുക്കുമ്പോൾ അധികം കരിയൊന്നുമില്ല, പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും. അധികം കരിഞ്ഞിട്ട് ഇതാവൊന്നുമില്ല, അടി പിടിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. അലുമിനിയത്തിൻ്റെ ചട്ടിയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ആകെ ഒട്ടി പിടിച്ച പോലെ ആവും കേട്ടോ. ഇതിൽ വറുത്തെടുക്കാൻ നല്ല സുഖമാണ്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറില്ലേ? വീഡിയോസൊക്കെ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്, അതുകൊണ്ടാണ് പറയണത്. നാളികേരം സെറ്റായി വരട്ടെട്ടാണ്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ നാളികേരമൊക്കെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അല്ലേ. പിന്നെ നാളികേരം മറക്കുമ്പോൾ നമുക്ക് വലിയ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടാ. ഞാൻ മല്ലി പൊടിപ്പിക്കുമ്പോൾ വലിയ ജീരകവും ഉലുവയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് കാരണം ഇപ്പോൾ ഞാൻ നാളികേരത്തിൽ ഇട്ട് കൊടുക്കണില്ല കേട്ടാ. നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടാ. ഇനി നമുക്ക് ഒരു 2 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ കേട്ടാ. നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടിച്ച് അതിനനുസരിച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ ഇതാ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി പിന്നെ 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ മസാലക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പച്ചമണം മാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മളെ നാളികേരമൊക്കെ വറുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമുക്ക് അത് ഒന്ന് അടിച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ അതേ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുതിരട്ടെ. ഇപ്പോഴത്തെ നമ്മളെ നാളികേരമൊക്കെ നന്നായി അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറിക്ക് വേണ്ട തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. നാളികേരം വറുത്ത ചട്ടിയിൽ തന്നെ കേട്ടോ ഞാൻ കറിയും വെക്കാൻ പോണത്. അപ്പം ഇനിയിപ്പോൾ അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ നാളികേരം വറുത്തെടുത്തതല്ലേ. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് കൊടുക്കാം. ഒരു സബോളയുടെ പകുതിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ എടുത്തിട്ടില്ല, അതിനി എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും സബോളം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ.
സബോളം കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ. ഒരു ചെറിയ സബോള ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ല വലുതൊന്നും ഇടരുതിട്ടാ, അപ്പം നമുക്കൊരു മതിരിപ്പ് വരും കറിക്ക്. ചെറുതുള്ളപ്പോൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പകുതി ഇട്ട് കൊടുത്താൽ മതിട്ടാ. ഇനി നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അല്ലേ. മിക്സിയുടെ ജാറിൽ ഇനിയും ബാലൻസ് ഉണ്ടാവും അരപ്പ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആക്കാം. ആദ്യം നമ്മളെ പുളി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിട്ട ഐറ്റംസ് ഒന്നും അതിലേക്ക് വീഴാതെ നോക്കണം കേട്ടോ. ഞാൻ അരിച്ചെടുത്തിട്ടില്ല. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലത്തെ അരപ്പൊക്കെ കൂടിയിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടയട്ടെ അതിൽ. അതിന് വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണത്. എന്നാൽ നമ്മുടെ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഒരു ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിയുടെ കൂടെ തന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ എല്ലാ ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് കറി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ കറി വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. കറി നന്നായി തിളച്ച് സെറ്റായിട്ട് പറ്റാം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മളെ കറിയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അടിപൊളി ഫ്രഷായ കറിവേപ്പിലുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം പൊട്ടിച്ചു കൊടുക്കുന്നതാണ്. അപ്പം അതും കൂടി ഒന്ന് കറിയിൽ ഇട്ട് കൊടുക്കുക. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും വരട്ടെ. അപ്പം നമ്മളെ കറിയൊക്കെ നല്ല തിളച്ച് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുക്കത്തിലായി എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഉള്ളി വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അതേ ചട്ടി വെച്ച് കൊടുത്തിട്ട് ഉള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ സെറ്റായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറി അടിപൊളിയായി സെറ്റായിട്ടാണ്. നല്ല അടിപൊളി ചെമ്മീൻ കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കും ചെയ്യരുത് കേട്ടോ. ചെമ്മീൻ കറി കൂടിയിട്ട് ചോറുന്നാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ കിണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് വിളമ്പാം. നല്ല അടിപൊളി ചോറുമാണ് കേട്ടോ. നല്ല മറ്റേ ഒരു എന്താ പറയുക കുത്തനരി അങ്ങനെ എന്തോ അരിയില്ലേ, അതിൻ്റെ ചോറാണ്. പിന്നെ ഇതാ നമ്മളെ ചെമ്മീൻ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കൂട്ടാനായി, നല്ല കുറുകനുള്ള കൂട്ടാനായിട്ട് കേട്ടോ. നല്ല കട്ടിയുണ്ട് കറിക്ക്. ചെമ്മീനൊക്കെ തപ്പിയെടുക്കണം. പിന്നെ ഇതാ ഞാൻ കുറച്ച് നാരങ്ങ അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വേറെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഉപ്പേരി മീൻ വറുത്തത് അതൊന്നും ഇല്ല. അന്ന് ഇത്ര ഐറ്റംസേ ഉള്ളൂ. അപ്പം നമുക്ക് ഊണ് കഴിക്കാം അല്ലേ. ഇതേ അപ്പം നമ്മളെ ചെമ്മീൻ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് കഴിച്ച് നോക്കണ്ടേ, ടേസ്റ്റ് നോക്കണ്ടേ. അപ്പം ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം. അപ്പം അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കൊരു ചെമ്മീനൊക്കെ കഴിച്ച് നോക്കാം. അടിപൊളിയാട്ടാ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കോളൂ. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നാളെ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.